കുഴപ്പമില്ല, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. ആനയോ ഈ വേഷത്തിൽ ഓഫീസിലേക്കാ? തമാശ വേണ്ട. എത്ര നാളെ ഞാൻ ദാസനോട് പറയുന്നു എന്റെ അപ്പനെ വന്ന് കാണണമെന്ന്. ദാസൻ അപ്പനെ ചെന്ന് കാണാത്തോണ്ട് ഏതോ ഒരു പണച്ചാക്കിന്റെ കൂടെ എന്നെ പറഞ്ഞു വിടാനുള്ള പുറപ്പാടാ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്ന് എന്നോട് ചോദിക്കാ? എത്രയും പെട്ടെന്ന് ചെന്ന് എന്റെ അപ്പന്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയണം. അത് മാത്രം മതി അപ്പന്. ഐ കാൻ അഫോർഡ് ടു ലൂസ് യു. എടാ ഉണ്ണി, ഞാൻ എന്ത് പറയാനാ? എനിക്ക് അവിടെ അപ്പന്റെ മുമ്പിൽ പോയി നിങ്ങളുടെ മോടെ ഇഷ്ട കല്യാണം കഴിപ്പിച്ചു തരണം എന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റമില്ലടാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അവളുടെ വീട്ടിൽ പോയി അവളുടെ അപ്പനെ കാണണം. നിന്റെ കല്യാണക്കാരെ അയാളോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു. എടാ, ബ്രാഞ്ച് ഓഫീസിൽ പോയി ഡീറ്റെയിൽസ് എടുക്കാൻ സൂപ്രണ്ട് പറഞ്ഞപ്പം ഏതൊരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് മിനിമം 5 ദിവസം എടുക്കുന്ന കാര്യമാണ് ഈ ഉണ്ണി വെറും മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തെ. പിന്നെ അല്ലേ നിന്റെ ആനക്കാര്യം. ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. എനിക്കിഷ്ടമായി. ഒരു ചെക്കനുമായി ഇഷ്ടത്തിലാണെന്നും അവന് മാത്രമേ കെട്ടൂന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ അവൻ ഇത്രമാത്രം യോഗ്യനാണെന്ന് അവൾ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാനും വരണമല്ലോ. അതല്ലേ അതിന്റെ ശരി. എന്തൊക്കെയായാലും എന്റെ മകൾക്കുള്ള തന്റെ ഇടവും ഓപ്പണിംഗ് ഹാർട്ടും എന്റെ ഭാവി മരുമകനും ഉണ്ടല്ലോ. അയ്യോ അങ്കിളെ, അതല്ല ഞാൻ. ഒന്നും പറയണ്ട. എല്ലാം കൊണ്ടും നിങ്ങൾ തമ്മിലേ നല്ല ബെസ്റ്റ് ചർച്ചയാ. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനും ദൈവവിശ്വാസിയാ. ദൈവത്തിന് എന്നെ വലിയ വിശ്വാസമില്ലെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമാണ്. മോനും അങ്ങനെ തന്നെ ആകണം. പണ്ട് കുണ്ടറപ്പള്ളിയിലെ കുനിഞ്ഞ പ്രാർത്ഥനയ്ക്കിടയിൽ എനിക്കൊരു വെളിപാടുണ്ടായി. എന്ത്? എന്റെ മകളെ കെട്ടുന്നവൻ ഒരു കോടീശ്വര പുത്രനായിരിക്കുമെന്ന്. ഇനി പറ, മോൻ ഏത് കുടുംബത്തിലെയാ? മോന്റെ അപ്പന്റെ പേരെന്താ? അതിപ്പം അപ്പന്റെ പേര് ഈ കണ്ടോ കണ്ടോ, അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് പേര് പോലും പറയാൻ മടി. സാരമില്ല മോനെ, പേടിക്കാതെ പേര് പറഞ്ഞോ. അതല്ല അങ്കിള്, പേടിക്കാതെ തുറന്നു പറ. അപ്പന്റെ പേരെന്താ? ഈപ്പച്ചൻ. ഐശ്വര്യമുള്ള പേര്. ബിസിനസ് ആയിരിക്കും അല്ലേ? അതെ അതെ. ഈ എക്സ്പോർട്സ് ഇല്ലേ, അവിടുത്തെ ഈപ്പച്ചനില്ലേ, ആ ഈപ്പച്ചന്റെ അപ്പച്ചനാ ഞാൻ. ഒന്നുകൂടെ പറഞ്ഞേ. അല്ല, ആ ഈപ്പച്ചനാ എന്റെ അപ്പച്ചൻ. ഓ, അപ്പൊ അപ്പൻ കോടീശ്വരനായിരിക്കും അല്ലേ? അതെ അതെ. ആ മറിയേ, ഇനി ഒന്നും ആലോചിക്കാനില്ല. വേഗം പുറപ്പെടാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി ഈപ്പച്ചനെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. അതാ അതിന്റെ ഒരു രീതി, അല്ലയോ ദാസാ? എന്താ? കൈവിട്ടു പോടാ, എല്ലാം കൈവിട്ടു പോയി. നിന്റെ പ്രേമവും പൊളിയും നമ്മുടെ ജോലി തൊലയും. അയ്യോ, നീ എന്തേ പറയുന്നേ? ആ വക്കച്ചന്റെ അടുത്ത് നിനക്ക് വേണ്ടി കാര്യം സംസാരിക്കാൻ പോയപ്പം ആനയുടെ കാമുകൻ ഞാനാന്ന് അയാളെ തെറ്റിദ്ധരിച്ചു. അപ്പനാരാന്ന് അയാള് ചോദിച്ചപ്പം ഞാൻ ഈ പച്ചനാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയടാ. എന്റെ അമ്മ എന്നെ ഒന്ന് കൊല്ലാനായത് അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് മുതലാളി കണ്ട് സംസാരിക്കാൻ. ഇനി മുതലാളിയുടെ കാല് പിടിച്ചാലേ രക്ഷയുള്ളൂ. മുതലാളി, മുതലാളി, ഈ മാസത്തെ ക്യാഷ് ഫ്ലോ വെച്ച് നോക്കുമ്പോ മിസ്റ്റർ ഉണ്ണി ആൻഡ് ദാസ് കമ്പനി ഫിനാൻഷ്യലി ഭയങ്കര ടൈറ്റിലാണ്. ബട്ട് ഈവൻ ദോ അയ്യോ മുതലാളി, ഞങ്ങളുടെ സിറ്റുവേഷൻ അതിലും ടൈറ്റ് ആണ്. ഒരു ആപ്പിൾ ചാടിയപ്പോ ഞാൻ അറിയാതെ സാർ എന്റെ അച്ഛനാന്ന് പറഞ്ഞു പോയി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വിവാഹം കഴിക്കാത്ത ഞാനൊരു അപ്പനാണെന്ന് അറിയുമ്പോ ഈ ലോകം എങ്ങനെ ഞെട്ടുമെന്ന് എനിക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. ഈവൻ ദോ അതല്ല, ഒരാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. അത് വരുമ്പോ മനസ്സിലാവും. അതുകൊണ്ട് മുതലാളി കുറച്ചു നേരം ഇവന്റെ അപ്പനായിട്ട് ഒന്ന് അഭിനയിക്കണം. സാധ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോലും ജോലി ചെയ്യൂ. പൊയ്ക്കോളൂ. മുതലാളി പ്ലീസ്, ഒരു തവണ ഒന്ന് അപ്പനായിട്ട് പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അയ്യോ പറ്റും. സോപ്പിടരുത്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പ്ലീസ് ഗോ. ഇവിടെ താരവന്റെ അപ്പനായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ഒരു ബെൽറ്റ് ബോംബ് കിട്ടി ഞാൻ ഇവിടെ വന്ന് കുനിഞ്ഞൊരു ഷേക്ക് ഹാൻഡ് തരും. വെരി ഗുഡ്. ആരാ വരുന്നെന്ന് അറിയില്ലോ. അപ്പനായിട്ട് അഭിനയിക്കുക എന്നെ. അപ്പനെങ്കിൽ അപ്പൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം. Yes, come in. Wow. Please take your seat. May I come in, please? ആരാ മനസ്സിലായല്ലോ? ഞാൻ ഭാവി മരുമോളുടെ അപ്പച്ചൻ വക്കച്ചൻ. ഇതെന്റെ സ്വന്തം ഭാര്യ മറിയാമ്മ. എന്താ? അപ്പോ മോൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ പറയാം. ഈപ്പച്ചന്റെ മോനും എന്റെ മോളും തമ്മിൽ നല്ല ബെസ്റ്റ് ചർച്ചയാ. ചേർച്ചയോ? എന്ത് ചേർച്ച? തമാശ കള ഈപ്പച്ച. ഈപ്പച്ചന്റെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കെട്ടിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മനസ്സമ്മതമാ. ഓഹ്, അതാണോ കാര്യം? മനസ്സിലായി. ഇപ്പം മനസ്സിലായി. എങ്കിൽ പിന്നെ സ്വത്തുക്കളുടെ കാര്യമൊന്ന് പറയൂ. എനിക്ക് കേൾക്കാൻ തിടുക്കമായി. ഓ, അത്രയ്ക്ക് അധികമൊന്നുമില്ല.
ഒരു 2000 ഏക്കർ ചെമ്മീൻ കെട്ട് അത്രേ സ്ഥിരമായിട്ടുള്ളൂ. 2000 ഏക്കർ ചെമ്മീൻ കെട്ടോ? എവിടെയായിട്ട് ഒരാ കെട്ട്? Tell me where that ket is. നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടലില്ലേ, അതിന്റെ അവിടെ ഒരു 16 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി. ഓ, Sweet 16 16. കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ വളരെ അടുത്താണല്ലോ. ബോട്ടിൽ പോവല്ലേ? ഓ. അല്ല, ഇപ്പൊ പോയാൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെ കാണാൻ പറ്റുമല്ലോ. എന്നാലേ ആധാരം കൂടി എടുത്തോ. ആധാരം ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഒത്തു നോക്കാലോ. കടകളില്ലാന്ന് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണ്ടേ? ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. പെങ്ങളെ, അല്പം നേരത്തേക്കൊന്ന് ക്യാബിന് പുറത്തേക്ക് ഇരിക്കുവോ? ഞാൻ എന്റെ സ്വത്ത് വിവരങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മറിയപ്പോ ചിലപ്പോൾ അവൾ എങ്ങനെയാ? അയ്യോ, കഷ്ട. സ്വത്ത് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ചെറിയൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. വേണം വേണം, ബന്ധോർപ്പിക്കാൻ പോവല്ലേ? ആഹാ, ഒളിഞ്ഞെന്ന് കല്യാണക്കാരും കേട്ട് രസിക്കല്ലേ? തുടങ്ങാം. ഞാൻ റെഡി. റെഡിയാണല്ലോ? സ്വത്ത്. മോന്റെ അപ്പച്ചൻ ആള് എന്തൊരു നല്ല മനുഷ്യനാ. കണ്ടപ്പോ തന്നെ വക്കച്ചന് വലിയ സ്നേഹമായി. ചെമ്മീൻ കെട്ട് മാത്രമല്ല, അണ്ടി ഫാക്ടറി ഉണ്ട്. എന്താ ഇപ്പൊ ഇതാണ് സ്വത്ത്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്. കൊച്ചിലെ മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാ. സമാധാനപ്രിയനാ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കുന്ന പ്രകൃത. സ്വത്ത് വിവരം പറയിപ്പിച്ച ഇനി എന്തെങ്കിലും അറിയണോ? ഗാന്ധിയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ 1000 നാവാ. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, അപ്പൊ നമ്മുടെ എന്തായി ഈപ്പച്ചൻ എന്തു പറഞ്ഞു? നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യം, ഗാന്ധിയൻ വടിയില്ലാതെയല്ലേ അടിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലും ഇതുപോലെയൊക്കെ നടന്നു. നല്ല മനുഷ്യൻ, ഗാന്ധിയൻ വടിയില്ലാതെയല്ലേ അടിച്ചേ. നിങ്ങൾ എന്തായി പറയുന്നേ? നിന്നെയൊക്കെ തലേ കയറ്റിക്കൊണ്ട് നടക്കണം, എന്നെ വേണം തല്ലാൻ. ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേളിക്ക് വേണ്ടി ഞാൻ നോക്കി വെച്ചിരുന്ന ബീച്ച് ഹൗസ് ഈപ്പച്ചന്റെ കയ്യിലായി. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലായല്ലോ. തൂണും ചാരുന്നവും പെയിന്റ് കൊണ്ടുപോയെന്ന്. മണ്ണും ചാരിന്നവും പെണ്ണും കൊണ്ടുപോയെന്നല്ലേ സാർ? അങ്ങനെയും പറയാം. എന്റെ കാര്യത്തില് കേളിക്ക് ഈയിടെയായിട്ട് എന്നെ ഒരു വിലയില്ല. അവളുടെ നോട്ടത്തിൽ ഞാൻ വെറും ഒരു മണക്കൂസനാ. ഈ വെളുത്തിയുമെന്ന ശരീരവും ഈ പൊക്കവും പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഉരയ്ക്കുന്ന ശബ്ദമൊക്കെ ഉള്ളൂ. ബീച്ച് ഹൗസ് ഈപ്പച്ചന്റെ കയ്യിലായ പിന്നെ എനിക്ക് പുല്ല് വിലയാ. ഇതിനൊക്കെ കാരണം ഈപ്പച്ചൻ മാത്രമായിരിക്കില്ല, വേറെ ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. അറ്റ കൈക്ക് പ്രയോഗിക്കാവുന്ന എന്തെങ്കിലും കൊണ്ട് എടുത്ത് പ്രയോഗിച്ചോ. എങ്ങനെ ഈപ്പച്ചനെ തട്ടണം? കേളി എന്നെ വിട്ടു പോകരുത്. എന്താണ് ഇത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിന്റെ ഒരു അവധി ദിവസം പോലും കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല അല്ലേടാ? പുകച്ച് പുറത്തേ അടയ്ക്കാനുള്ള പരിപാടിയല്ലേ? അയ്യോ, ഇത് കുട്ടമ്പള്ള പറഞ്ഞേട്ടാ. എന്ത്? തീയിട്ട് പുകച്ചാലേ അകത്തല്ല ക്ഷുദ്രജീവികൾ പുറത്തു ചാടുന്ന. എടാ നീ ഇന്ന് നിന്റെ വാല് മുറിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ആരാണ് ക്ഷുദ്രജീവി? ദേ കൊച്ചാണെന്ന് ഞാൻ നോക്കൂല, വെച്ച് കീറിഞ്ഞ. എന്നാലും ഒന്ന് കാണട്ടെ, താങ്കിരിക്കെ. അവളെ വിട്ടേ. തനിക്ക് എന്താ വേണ്ടത്? ഓ, എത്തിയല്ലോ പ്രൊട്ടക്ഷൻ. അതെ, ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം. മുറ്റത്ത് തീയിട്ട് പോച്ച വീട്ടിനകത്തുള്ള ക്ഷുദ്രജീവികൾ പുറത്തിയാടും ഇവൻ ഇല്ലെന്ന് ഞാൻ. പക്ഷെ ഇപ്പൊ ഉറപ്പായി ഞാൻ തോറ്റു. ആഹാ, നല്ല ബെസ്റ്റ് തമാശ. ഇനിയും വല്ലതുണ്ടെങ്കിൽ ഇറക്ക് കേക്കട്ടെ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? പട്ടാപ്പകൽ 18കാരിയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയി പരോളിൽ ഇറങ്ങിയ ഒരു കൊലപാതകി. ജാതകപ്രകാരം. നിർത്തടി. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയാലോ. അന്ന് ബസ് വെച്ച് നടന്നൊക്കെ നീ മറന്നോ? ഓഹോ, അപ്പൊ ട്യൂണിംഗ് ആയിരുന്നല്ലേ? വേണ്ട, ഈ സ്റ്റേഷൻ അങ്ങനൊന്നും ട്യൂൺ ചെയ്യാൻ നോക്കാം. അയ്യോ, ട്യൂൺ ചെയ്യാൻ പറ്റിയ സ്റ്റേഷൻ ഇതിലും നല്ലത് ഞാൻ വേറെ വല്ല പണിക്കും പോകുന്ന. എന്നാ പോയി വേറെ വല്ല പണിയും ചെയ്യ്. ചെല്. അതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പറയാൻ നീ ആരാടി? എന്നെ എടിന്ന് വിളിക്കാൻ താനാരാ? എടി എടി എടി, കൊറേ നേരമല്ലേ നീ കിടന്ന് വിളയുന്നു. എന്താ ഇവിടെ? അതെ, താഴെ താമസിക്കാനോട് സൗജന്യം തന്നു വെച്ച് ഈ രണ്ടെണ്ണം കൂടെ എന്റെ തലേ കയറി കളിക്കാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യും? തലേ കയറാൻ വന്നത് ഇയാളല്ലേ? മോളകത്ത് പോ. പോടാകത്ത്. അയ്യ, പറ്റിയ രണ്ട് സാധനങ്ങള്. ഇതിനൊക്കെ വല്ല കാഴ്ച ബംഗ്ലാവിൽ അടയ്ക്കണ്ടത് അല്ലേ അമ്മേ? എന്താ മോനെ ഇത്? നിങ്ങൾ കുട്ടികൾ എങ്ങനെയാ വേണ്ടേ? പരസ്പരം കാണുമ്പോഴൊക്കെ തമ്മിൽ കലഹിക്കുന്നതിന് പകരം ഒരു കോറിക്കുള്ളിൽ കഴിയുന്നവരാണെന്ന് കരുതി സ്നേഹിക്കല്ലേ വേണ്ടത്? കുട്ടിയല്ലേ അവളും. ഇത്തിരി കുന്നായ്മയുണ്ടെങ്കിലും പാവുക.
മോനത് പിന്നെ മനസ്സിലാവും.